നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിലാണ് സന്ദേശം. കോടതിയിൽ ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്ത് ഒരാളുടെ 3 ഓട്ടോറിക്ഷകൾ കത്തിച്ച കേസിൽ അന്വേഷണത്തിന് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ കരുനീക്കം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇടുക്കി ഉടുമ്പൻചോല സീറ്റിൽ വീണ്ടും എം മണി തന്നെ മത്സര രംഗത്ത് എത്തുമെന്നാണ് സൂചന. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി TV സെന്റർ നിർമ്മാണം. 1 കിലോമീറ്റർ ദൂരെ മലഞ്ചെരുവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ വിവാദം ശക്തമാകുകയാണ്. ഇടുക്കി പോലീസ് സ്റ്റേഷന് മുകൾ വശത്തായിട്ടാണ് TV സെന്ററിന്റെ നിർമ്മാണം. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിലാണ് സന്ദേശം. കോടതിയിൽ ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി സന്ദേശത്തെ തുടർന്ന് കോടതി നടപടികൾ തുടങ്ങാനായില്ല. വിവരമറിഞ്ഞെത്തിയ പോലീസ് സംഘം അഭിഭാഷകരടക്കം മുഴുവൻ പേരെയും കോടതി കെട്ടിടത്തിൽ നിന്ന് വെളിയിലിറക്കി പരിശോധന നടത്തി. ഡോഗ് ബോംബ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയില്ല. ഉച്ചയ്ക്ക് ശേഷം 2:30 കോടതി നടപടികൾ പുനരാരംഭിച്ചു. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്ത് ഒരാളുടെ 3 ഓട്ടോറിക്ഷകൾ കത്തിച്ച കേസിൽ അന്വേഷണത്തിന് മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. ഇടുക്കി SP-യുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത്. 3 ഓട്ടോറിക്ഷകൾ കത്തിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം സിറ്റി വിഷൻ വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. സാമൂഹ്യ വിരുദ്ധർ നിരന്തരം ഓട്ടോറിക്ഷകൾ തീവച്ച് നശിപ്പിച്ചതോടെ ജീവിതം വഴിമുട്ടിയ രാജാക്കാട് മുല്ലക്കാനം സ്വദേശി ചൂഴിക്കരയിൽ രാജേഷ് എന്ന ഓട്ടോ തൊഴിലാളിയുടെ ദുരിത ജീവിതം കഴിഞ്ഞ ദിവസം സിറ്റി വിഷൻ പുറത്തുവിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഡിസംബറിൽ ഹെൽമറ്റ് ധരിച്ച് കുടചൂടിയെത്തിയയാൾ ഓട്ടോ തീയിട്ട് നശിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പോലീസിന് നൽകിയിട്ടും പ്രതിയെ പിടികൂടുവാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്ന ആരോപണം രാജേഷ് ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇടുക്കി SP കേസ് അന്വേഷണത്തിനായി മൂന്നാർ DYSP ചന്ദ്രകുമാർ S അടക്കമുള്ള 6 അംഗ പ്രത്യേക സംഘത്തിന് രൂപം നൽകി അന്വേഷണ ചുമതല നൽകിയത്. പ്രത്യേക സംഘം നാളെ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി അന്വേഷണം നടത്തും. ഉണ്ടായിരുന്ന വരുമാനം നിലച്ചതോടെ വലിയ ദുരിതത്തിലാണ് രാജേഷും കുടുംബവും. പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്നും നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജേഷും കുടുംബവും ഉള്ളത്. സിറ്റി വിഷൻ രാജാക്കാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ കരുനീക്കം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇടുക്കി ഉടുമ്പൻചോല സീറ്റിൽ വീണ്ടും എം മണി തന്നെ മത്സര രംഗത്തെത്തുമെന്നാണ് സൂചന. വിജയസാധ്യത ഉറപ്പിക്കാൻ എം മണി തന്നെ മത്സരിക്കണമെന്നതാണ് ഘടകകക്ഷികളുടെയും നിലപാടെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ആരെ കളത്തിലിറക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസും ചർച്ചകൾ ആരംഭിച്ചു. MN ഗോപി, സേനാപതി വേണു, KS അരുൺ എന്നിവർക്കാണ് സാധ്യത. ഇത്തവണ മത്സര രംഗത്ത് നിന്ന് MLA എം മണി മാറി നിൽക്കുമെന്ന സൂചനകളായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ സീറ്റ് നിലനിർത്തുകയും ഒപ്പം ഭരണം തുടർച്ചയെന്ന ലക്ഷ്യവും മുന്നിൽ കണ്ട CPIM-ഉം ഇടതുപക്ഷവും ഏറെ ഗൗരവത്തോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം പരിഗണിക്കുകയെന്ന തീരുമാനത്തിലേക്കാണ് എത്തുന്നത്. ഉടുമ്പൻചോലയിൽ എം മണിക്ക് പകരം പല പേരുകളും ഉയർന്നു വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ മണ്ഡലം നിലനിർത്താൻ വീണ്ടും മണിയാശാൻ തന്നെ മത്സര രംഗത്തെത്തുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. 2016-ൽ എം മണി വിജയിച്ചത് നേരിയ ഭൂരിപക്ഷത്തിലാണെങ്കിൽ കഴിഞ്ഞ തവണ മണിയാശാന്റെ ഭൂരിപക്ഷം 38,305 ആണ്. മന്ത്രിയായും MLA-യായും പ്രവർത്തിച്ച ജനസമ്മതരായ നേതാവ് എന്ന നിലയിൽ വീണ്ടും എം മണി എന്ന പേരിലേക്കെത്തുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതേസമയം എം മണി വീണ്ടും മത്സര രംഗത്തെത്തിയാൽ ജനസമ്മതരായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കോൺഗ്രസും ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും 3 പേരുകളാണ് ഉയരുന്നത്. KPCC സെക്രട്ടറി MN ഗോപി, KPCC മീഡിയ വക്താവ് സേനാപതി വേണു,
DCC വൈസ് പ്രസിഡന്റ് KS അരുൺ തുടങ്ങിയവരുടെ പേരുകളാണ് പരിഗണിക്കപ്പെടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതേസമയം MM മണിയാണ് വീണ്ടും മത്സരിക്കുന്നതെങ്കിൽ തികഞ്ഞ വിജയപ്രതീക്ഷയാണ് ഇടത് ക്യാമ്പിനുള്ളത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി TB സെന്റർ നിർമ്മാണം. 1 കിലോമീറ്റർ ദൂരെ മലഞ്ചെരിവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ വിവാദം ശക്തമാകുകയാണ്. ഇടുക്കി പോലീസ് സ്റ്റേഷന് മുകൾ വശത്തായിട്ടാണ് TB സെന്ററിന്റെ നിർമ്മാണം. ചെറുതോണി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള TB ചികിത്സയ്ക്കായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനത്തിനെതിരെ വിമർശനം ശക്തമാകുന്നു. മെഡിക്കൽ കോളേജിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് 3 കോടി രൂപ മുതൽ മുടക്കിൽ പുതിയ TB സെന്റർ നിർമ്മിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിന്റെ ഭൂമി ഏറ്റെടുത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ ആരോഗ്യ സൗകര്യങ്ങളുടെ പ്ലാനിംഗ് ഇല്ലായ്മ ഇവിടെ വ്യക്തമാണെന്നാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി സംസ്ഥാന സെക്രട്ടറി PK ജയൻ ആരോപിക്കുന്നത്. നമ്മുടെ മിനി സിവിൽ സ്റ്റേഷൻ വരുന്നു, അതേപോലെ നഴ്സിംഗ് കോളേജ് വരുന്നു, അവരുടെ താമസ സൗകര്യങ്ങൾ വരുന്നു. ഇതിനിടയ്ക്ക് കൊണ്ടുവന്ന് ചുമ്മാ ഒരു കാര്യവുമില്ലാതെ ഒരു TB സെൻറ്റർ കൊണ്ട് വയ്ക്കുകയാണ്. കാരണം മെഡിക്കൽ കോളേജിനകത്ത് ഒരു കെട്ടിടത്തിനുള്ളിൽ ഒരു പോർഷനിരിക്കേണ്ട സ്ഥാപനമാണ്. ഒരു കാഴ്ചപ്പാടുമില്ലാതെ കുറച്ച് 5-8 കോടി രൂപ കൊടുത്ത് കെട്ടിടം പണിയുന്നു, അത് കുറേ പേര് വീതിച്ചെടുക്കുന്നു, കുറേ അഴിമതി നടത്തുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ ജില്ലാ TB സെൻറ്ററിൽ പണിയുന്ന ഒരു ഭാഗം. ഇതൊക്കെ ഇനിയെങ്കിലും വന്നതുപോലെ ഇനിയെങ്കിലും ഒരു കാഴ്ചപ്പാടോടുകൂടി നല്ല ദീർഘവീക്ഷണത്തോടുകൂടി ജില്ലാസ്ഥാന മേഖലയിലെ ഒരു സ്ഥലം പോലും നഷ്ടപ്പെടാൻ പാടില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് മാറിയുള്ള TB ചികിത്സ രോഗികൾക്ക് ഇരട്ട ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ആദ്യം മെഡിക്കൽ കോളേജിൽ രോഗം കണ്ടെത്തണം, തുടർന്ന് നടപടിക്രമങ്ങൾ പാലിച്ച TB സെന്ററിലേക്ക് റെഫർ ചെയ്യപ്പെടണം. ഇതുവഴി രോഗികൾക്ക് സമയം, യാത്രാ ചെലവ് എന്നിവ വർദ്ധിക്കും. TB സെന്റർ എന്ന പേരിൽ പ്രത്യേകം കെട്ടിടം സ്ഥാപിക്കുന്നത് രോഗികളിൽ സാമൂഹിക വേർതിരിവുണ്ടാക്കുന്ന ഫീലിംഗ് സൃഷ്ടിക്കുമെന്ന ആശങ്കയും പൊതുപ്രവർത്തകർ പങ്കുവെക്കുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച 100 കണക്കിന് സർക്കാർ കെട്ടിടങ്ങൾ ഇതിനകം തന്നെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിലവിലുണ്ട്. ഇതെല്ലാം ദീർഘവീക്ഷണമില്ലാതെ നിർമ്മിച്ചതാണെന്ന ആരോപണം ശക്തമാണ്. സിറ്റി വിഷൻ, ഇടുക്കി. ബൈസൺ വാലി കേന്ദ്രീകരിച്ച് ദേശസാൽകൃത ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ATM കൗണ്ടർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാവശ്യം. നിലവിൽ ATM വഴിയുള്ള പണമിടപാടുകൾക്കായി ആളുകൾ സമീപ പ്രദേശങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രായമായവർക്കുമൊക്കെ ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ബൈസൺ വാലി കേന്ദ്രീകരിച്ച ATM കൗണ്ടർ എന്ന ആവശ്യമുയരുന്നത്. കാർഷിക മേഖലയായ ബൈസൺ വാലിയിലും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി കുടുംബങ്ങൾ താമസിച്ചു വരുന്നുണ്ട്. തോട്ടം തൊഴിലിനായി എത്തിയിട്ടുള്ള നിരവധി അയൽ സംസ്ഥാന തൊഴിലാളികളും ബൈസൺ വാലിയിൽ ഉണ്ട്. എന്നാൽ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടർ ബൈസൺ വാലിയിൽ ഇല്ലാത്തത് പണമിടപാടുകൾക്കായി ATM കൗണ്ടറുകളെ ആശ്രയിക്കേണ്ടി വരുന്ന ആളുകളെ വലയ്ക്കുന്നുണ്ട്. രാജാക്കാട്, പൊട്ടൻകാട്, കുഞ്ചിത്തണ്ണി, ആനച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നിലവിൽ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടറുകളുള്ളത്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും പ്രായമായവർക്കുമൊക്കെ ഇവിടങ്ങളിലെത്തി പണമെടുക്കണമെങ്കിൽ വലിയ പ്രായോഗിക ബുദ്ധിമുട്ട് നേരിടുന്ന സ്ഥിതിയുണ്ട്. കാർഷിക വ്യാപാര മേഖലയായ നമ്മുടെ ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ATMന്റെ പോരായ്മ. നിലവിൽ ഉള്ളതെല്ലാം തകരാറിൽ വരുമ്പോൾ തൊഴിലുറപ്പിൻ്റെ വേതനങ്ങൾ പോലും പിൻവലിക്കാൻ ചെല്ലുന്ന പ്രായം ചെന്ന മാതാപിതാക്കന്മാർ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഓട്ടോ വിളിച്ചായിരിക്കും ചിലപ്പോൾ ചെല്ലുന്നത്. ATMയിൽ നിന്ന് പൈസ എടുത്തിട്ട് പണം കൊടുക്കാമെന്ന് പറയുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ATMയിൽ ഉണ്ടാകുന്ന തകരാറ് മൂലം അവർക്ക് അതിൽ നിന്നും പണം പിൻവലിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. മറ്റു സേവനങ്ങൾ രാജക്കാടും കുഞ്ചിത്തണ്ണിയും എന്ന രീതിയിൽ അവരെ ആശ്രയിക്കേണ്ടി വരും. ആയതിനാൽ പോലും ബൈസൺ വാലി ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബസ് സ്റ്റാൻഡ് സമീപത്ത് നല്ലൊരു ATM സേവനം കൊണ്ടുവന്ന് പഞ്ചായത്ത് ഭരണസമിതികൾ അതിന് നേതൃത്വം നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ബൈസൺ വാലിയുടെ സമീപ മേഖലകളിലെ ദേശസാൽകൃത ബാങ്കുകളുടെ ATM കൗണ്ടറുകളിലെത്തി പണമെടുക്കാനുള്ള യാത്രാക്കൂലി സാധാരണക്കാർക്ക് അധിക ഭാരമാണ്. ഇതിനു പുറമെ സമയനഷ്ടവും ബുദ്ധിമുട്ടും ഉയർത്തുന്നു. സ്വകാര്യ ATMകളെ ആശ്രയിച്ചാലും സാധാരണക്കാർക്ക് ചിലവ് അധികമാണ്. വിനോദസഞ്ചാര മേഖലയായി വളർന്നു വരുന്ന പ്രദേശം കൂടിയാണ് ബൈസൺ വാലി. ഇത്തരം സാഹചര്യങ്ങൾ പരിഗണിച്ച ബൈസൺ വാലി കേന്ദ്രീകരിച്ച് ദേശസാൽകൃത ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിന്റെ ATM കൗണ്ടർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് ആവശ്യം. സിറ്റി വിഷൻ, ബൈസൺ വാലി.
താമസ സ്ഥലത്ത് പൂട്ട് തല്ലിപ്പൊളിച്ച് അതിക്രമിച്ചു കയറി സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും പണം അപഹരിക്കുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയിട്ട് രാജാക്കാട് CI നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയുമായി വീട്ടുടമ. രാജാക്കാട് കൂനമ്മാക്കൽ സുഗതനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. എതിർകക്ഷികളായ പനച്ചിക്കുന്നിൽ ജെയ്മോൻ, കരിയിറമ്പിൽ അയ്യപ്പൻ എന്നിവർ ചേർന്ന് ഉപദ്രവിച്ചെന്നും ജാതിപ്പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നും ഉപദ്രവിച്ചതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരിക്കുമ്പോൾ താമസിക്കുന്ന വീടിന്റെ പൂട്ട് തല്ലിപ്പൊളിച്ച് വിലപിടിപ്പുള്ള രേഖകളും സാധന സാമഗ്രികളും വലിച്ചു പുറത്തെറിഞ്ഞു കളഞ്ഞ് നശിപ്പിച്ചെന്നും ഭാര്യ റൂബിക്ക് ഏലത്തോട്ടത്തിൽ നിന്നും പണിക്കൂലിയായി കിട്ടിയ 10,000 രൂപ ബെഡിനടിയിൽ നിന്നും മോഷ്ടിച്ചുവെന്നും ഇക്കാര്യങ്ങൾ കാട്ടി രാജാക്കാട് CIക്ക് കഴിഞ്ഞ 28-ന് പരാതി നൽകിയിട്ട് പരാതിക്കാരനെ വിളിപ്പിക്കാൻ പോലുമുള്ള നടപടി എടുത്തിട്ടില്ല എന്നാണ് സുഗതൻ പറയുന്നത്. പാവപ്പെട്ടവർക്ക് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ആ പരാതിക്കാരനെ ഒന്ന് വിളിക്കുന്നതിന് പോലും മനസ്സ് കാണിക്കാത്ത ഈ പോലീസിനെതിരെ മറ്റ് നിയമ നടപടിക്ക് ഞാൻ പോകുന്നുണ്ട്, പരാതി കൊടുത്തിട്ടുമുണ്ട്. ഇതിൻ്റെ പുറകിൽ 8ാം വാർഡ് മെമ്പർ ജോഷിയാണ് ഈ അയ്യപ്പനെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ഈ CIയെ സഹായിക്കുകയും ചെയ്യുന്നു. വാർഡ് മെമ്പർ ജോഷിയോട് പരാതി പറഞ്ഞിട്ട് വീട്ടുടമയായ അയ്യപ്പനുമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് പരാതി. അയ്യപ്പന്റെ വീട് കഴിഞ്ഞ ആഗസ്റ്റ് 15 മുതൽ 11 മാസ എഗ്രിമെന്റിൽ വാടകയ്ക്ക് വാങ്ങിയതാണെന്നും 5,000 രൂപ അഡ്വാൻസ് നൽകിയിട്ടുണ്ടെന്നും നാളിതുവരെ വാടക കുടിശ്ശിക ഒന്നുമില്ലെന്നുമാണ് സുഗതൻ പറയുന്നത്. തനിക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ, പട്ടികജാതി വികസന വകുപ്പ് മന്ത്രി, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് നടപടി വൈകുന്നതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും അയ്യപ്പൻ രാജാക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. ജനപ്രതിനിധികൾക്ക് അധികാരവും ആനുകൂല്യങ്ങളും ലഭിക്കുമ്പോൾ പലരും പഴയ ജീവിതമാർഗങ്ങൾ ഉപേക്ഷിക്കുന്ന കാലമാണിത്. എന്നാൽ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നിന്ന് ഒരു വ്യത്യസ്ത കഥയാണ് പുറത്തുവരുന്നത്. അധികാരക്കുപ്പായത്തിനപ്പുറം തൊഴിൽ അഭിമാനമായി കരുതുന്ന ടോമി നെല്ലിപ്പള്ളി ജനാധിപത്യത്തിൻ്റെ മാതൃകയാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ കത്തിപ്പാറ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ടോമി നെല്ലിപ്പള്ളി പഞ്ചായത്ത് മെമ്പർ എന്ന ഔദ്യോഗിക പദവിയുണ്ടെങ്കിലും തൻ്റെ ജീവിതമാർഗമായ ചുമട്ടുതൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഒരു പതിറ്റാണ്ടിലേറെയായി ചേലച്ചോട് ടൗണിലെ ചുമട്ടുതൊഴിലാളിയാണ് ടോമി. ഇന്നും എല്ലാ ദിവസവും പതിവ് പോലെ ചരക്കു വാഹനങ്ങൾ എത്തുമ്പോൾ അവയിൽ നിന്നുള്ള സാധനങ്ങൾ ഇറക്കിയാണ് ടോമിയുടെ ദിനം തുടങ്ങുന്നത്. ജനവിധിയും ജനജീവിതവും ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ടോമി. 118 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കത്തിപ്പാറ വാർഡിൽ വിജയം നേടിയത്. ഇത് 2ാം തവണയാണ് ഇദ്ദേഹം പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് INTUCയിലൂടെ തടിത്തൊഴിലാളിയായാണ് ടോമി തൊഴിൽ രംഗത്തേക്ക് കടന്നത്. തൊഴിലും പൊതുസേവനവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതമാണ് ടോമിയുടേത്. ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലേക്ക് 5ാം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഞാൻ നേരത്തെ ഇവിടുത്തെ ചുമട്ടുതൊഴിലാളിയായിരുന്നു. അതിനു മുമ്പ് 2010 തൊട്ട് 15 വരെ ഞാൻ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. ചേലച്ചോട് വാർഡിലെ പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതിനുശേഷം വീണ്ടും പാർട്ടി തന്നെ ഈ പുതിയ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ തന്നെ അനുവദിച്ചു. ഞാൻ മത്സരിച്ചു, ജയിച്ചു, നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇപ്പം ഞാൻ വീണ്ടും ഇവിടുത്തെ എൻ്റെ തൊഴിൽ ഞാൻ ചെയ്യുന്നു. ഞാൻ ചുമട്ടുതൊഴിലാളിയാണ്. ഞാൻ അത്യാവശ്യമില്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ ഇവിടെ പണിക്കുണ്ടാകും. ജോലി തിരക്കുകൾ എത്രയുണ്ടായാലും നാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ ടോമി എപ്പോഴും മുൻപന്തിയിലാണ്. ഭാര്യ ലിസിയുടെയും മക്കളായ അൽഫോൺസ, തോമസ് എന്നിവരുടെയും പൂർണ്ണ പിന്തുണയാണ് ടോമിക്ക് കരുത്താകുന്നത്. അധികാരത്തിൻ്റെ ആഡംബരങ്ങളിലകപ്പെടാതെ ജനജീവിതത്തിനൊപ്പം തന്നെ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയുടെ കഥയാണ് ടോമി നെല്ലിപ്പള്ളിയുടേത്. സിറ്റി വിഷൻ, ഇടുക്കി. ഇനി ചെറിയൊരിടവേള. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ, വിദഗ്ധ
ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലവും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. തീപിടുത്തമുണ്ടായാൽ അതിവേഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിനുള്ള സംവിധാനങ്ങളുടെ കാര്യക്ഷമത വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ഇടുക്കി കളക്ടറേറ്റ് വളപ്പിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. ജില്ലാ പ്ലാനിംഗ് ഓഫീസിന്റെ 2ാം നിലയിൽ തീപിടുത്തമുണ്ടാകുന്നതും അഗ്നിരക്ഷാ സേനയെത്തി മുകൾ നിലയിൽ കുടുങ്ങിക്കിടന്ന ജീവനക്കാരെ രക്ഷിക്കുന്നതും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും വരെയുള്ള നടപടികളാണ് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കളക്ടറേറ്റിലെ ദുരന്ത നിവാരണ കേന്ദ്രത്തിൽ നിന്ന് പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, റവന്യൂ വകുപ്പുകളിലേക്ക് അപകടമുണ്ടായ സമയം തന്നെ വിവരങ്ങൾ കൈമാറി. 15 മിനിറ്റിനുള്ളിൽ തന്നെ ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും സംഭവ സ്ഥലത്തെത്തി. തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അലാറം മുഴക്കി ജീവനക്കാരെ ഓഫീസ് മുറികളിൽ നിന്ന് ഒഴിപ്പിച്ചു. അഗ്നിരക്ഷാസേന തീയണച്ചതിനു ശേഷം മുകളിൽ കുടുങ്ങിക്കിടന്നവരെ താഴെ എത്തിച്ചു. മെഡിക്കൽ ടീം പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം അപകടത്തിൽപ്പെട്ടവരെ ആംബുലൻസിൽ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അഗ്നിരക്ഷാസേന ഇടുക്കി സ്റ്റേഷൻ ഓഫീസർ അഗിൻ സി, കട്ടപ്പന സ്റ്റേഷൻ ഓഫീസർ ജ്യോതിഷ് കുമാർ സി എന്നിവരുടെ നേതൃത്വത്തിലുള്ള 2 യൂണിറ്റ് ഫയർ എഞ്ചിനുകളും ആംബുലൻസുകളും മോക്ക് ഡ്രില്ലിൽ അണിനിരന്നു. സിവിൽ ഡിഫൻസ് ഫോഴ്സ് അംഗങ്ങൾ വോളണ്ടിയർമാരായി പ്രവർത്തിച്ചു. പോലീസ് അധികൃതർ ഗതാഗതം നിയന്ത്രിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംഘത്തെയും നിയോഗിച്ചിരുന്നു. മോക്ക് ഡ്രില്ലിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും നേരിട്ട ബുദ്ധിമുട്ടുകളും തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്തു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, DYSP രാജൻ കെ അരമന, ഹാൻഡ് അനലിസ്റ്റ് രാജീവ് TR, DMO ഡോക്ടർ സതീഷ് കെ എന്നിവർ നടപടികൾ ഏകോപിപ്പിച്ചു. സിറ്റി വിഷൻ, ഇടുക്കി. ദേശീയപാത 85 ഇരുട്ടുകാലത്തിന് സമീപം വാഹനാപകടം. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന കാർ പാതയോരത്തു നിന്നും താഴ്ചയിലേക്ക് പതിച്ചു. പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂന്നാർ സന്ദർശനം കഴിഞ്ഞ് എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന വിനോദസഞ്ചാരികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ പാതയോരത്തു നിന്നും താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിൽ 5 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പരിക്കേറ്റ യാത്രക്കാരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ടുള്ളതായാണ് വിവരം. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് വിവരം. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. പാതയോരത്തു നിന്നും വലിയ താഴ്ചയിലേക്കാണ് വാഹനം പതിച്ചത്. ശരണമന്ത്രം. ശബരിമല അയ്യപ്പന് നൃത്താർച്ചനയുമായി ശിവതീർത്ഥ നാട്യഗ്രഹത്തിലെ വിദ്യാർത്ഥികളെത്തി. നടന് ശ്രീ RLV ഓങ്കാറിന്റെ ശിഷ്യരാണ് അയ്യപ്പ സന്നിധിയിൽ ശാസ്ത്രീയ നൃത്തം അവതരിപ്പിച്ചത്. വലിയ നടപ്പന്തലിലെ സ്വാമി അയ്യപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നൃത്താർപ്പണത്തിന് ചേർത്തല SR ശ്രീനാഥ് പശ്ചാത്തല സംഗീതമൊരുക്കി.
ചേർത്തല വിഷ്ണുപ്രസാദ് കമ്പത്ത് മൃദംഗത്തിലും, ചേർത്തല രാജീവ് രമേശൻ, ചേർത്തല ആദിത്യ എന്നിവർ ചേർന്ന് വയലിനും പക്കമേളവും ഒരുക്കി. മാങ്കുളത്ത് കാട്ടാനാക്രമണത്തിൽ ഒരാൾക്ക് പരിക്ക്. മാങ്കുളം താളുകണ്ടംകുടിയിലാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. താളുകണ്ടംകുടി സ്വദേശി സതീശനാണ് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റത്. സതീശനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാങ്കുളം താളുകണ്ടംകുടിയിലുണ്ടായ കാട്ടാനയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. താളുകണ്ടംകുടി സ്വദേശി സതീശനാണ് പരിക്കേറ്റത്. കാപ്പി വിളവെടുക്കുന്നതിനിടയിൽ കാട്ടാനക്കൂട്ടത്തെ കണ്ടോടി രക്ഷപ്പെടുന്നതിനിടയിൽ സതീശൻ വീഴുകയും വീണുകിടന്ന സതീശന്റെ കാലിൽ കാട്ടാന ചവിട്ടുകയുമായിരുന്നുവെന്നാണ് വിവരം. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ കാട്ടാനയെ തുരത്തി പരിക്കേറ്റയാളെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സതീശന്റെ കാലിന് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. സിറ്റി വിഷൻ, അടിമാലി. കരോൾ പാടിക്കിട്ടിയ പണവുമായി അവർ ഉന്നതിയിലെത്തി. ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് കാലത്ത് കരോൾ ഗാനം പാടിക്കിട്ടിയ പണം ഉപയോഗിച്ച് വാങ്ങിയ പലവ്യഞ്ജന സാധനങ്ങളുമായിട്ടാണ് യങ് വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻ കണ്ണമ്പടി ഉന്നതിയിലെത്തിയത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന യങ് വുമൺ ക്രിസ്ത്യൻ അസോസിയേഷൻ പ്രവർത്തകരാണ് ഉപ്പതറ പഞ്ചായത്തിലെ കണ്ണമ്പടി ആദിവാസി ഉന്നതിയിലെത്തിയത്. വിധവകളും രോഗികളുമായി കഴിയുന്ന 50ഓളം പേർക്കാണ് പലവ്യഞ്ജന സാധനങ്ങളുമായി ഉന്നതിയിലേക്കെത്തിയത്. കാലങ്ങളായി കോഴഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന YWCAയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ എല്ലാ വർഷങ്ങളിലും കരോൾ ഗാനവുമായി ഇറങ്ങുകയും കിട്ടുന്ന തുക തെരഞ്ഞെടുക്കപ്പെടുന്ന തീരെ പാവങ്ങളായവർ അധിവസിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇവർക്കാവശ്യമായ സാധനങ്ങൾ വാങ്ങി നൽകി വരികയുമാണ് പതിവ്. ഇത്തവണ ഇവർ തെരഞ്ഞെടുത്തത് ഉപ്പതറ പഞ്ചായത്തിലെ കണ്ണമ്പടി ആദിവാസി ഉന്നതിയാണ്. ബന്ധപ്പെട്ടപ്പോൾ ഇവിടെയുള്ളതായ വിധവമാരായ പാവപ്പെട്ട ആളുകൾ, രോഗത്തിൻ്റെ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ, മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന അനേകർക്ക് അത് നമുക്ക് ചെയ്യാമെന്നുള്ള ഒരു അഭിപ്രായം വരികയും ശിവമ്പർ അതിനു വേണ്ടുന്നതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുകയുമാണ് ചെയ്തത്. അതിന് പ്രകാരം കോഴഞ്ചേരി YWCAയുടെ 18ഓളം ആളുകൾ ഇവിടെ ഇന്ന് ആയിരിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം. ഇന്നലെ കണ്ണമ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തപ്പെട്ട പരിപാടിയിൽ മത്തായിപ്പാറ സെന്റ് മാത്യൂസ് മാർത്തോമ ഇടവക വികാരി ജോമോൻ ജോസ് അധ്യക്ഷത വഹിച്ചു. YWCA പ്രസിഡന്റ് അനില എൽസ മാത്യു, സെക്രട്ടറി അനില ഏലി ജോർജ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ സീമ റെൻസ്, ഷീബ സത്യനാഥ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 12,650 രൂപ, പവന് 1,01,200 രൂപ, വെള്ളി ഗ്രാമിന് 272 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ കോടതിയിൽ ബോംബ് ഭീഷണി. ജില്ലാ ജഡ്ജിയുടെ ഔദ്യോഗിക മെയിലിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത്. തമിഴ് ലിബറേഷൻ ഓർഗനൈസേഷന്റെ പേരിലാണ് സന്ദേശം. കോടതിയിൽ ശ്രീലങ്കൻ ഈസ്റ്റർ മോഡൽ സ്ഫോടനം നടത്തുമെന്നായിരുന്നു ഭീഷണി. സിറ്റി വിഷൻ ഇമ്പാക്ട്. ഇടുക്കി രാജാക്കാട് മുല്ലക്കാനത്ത് ഒരാളുടെ 3 ഓട്ടോറിക്ഷകൾ കത്തിച്ച കേസിൽ അന്വേഷണത്തിന് മൂന്നാർ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ രാഷ്ട്രീയ കരുനീക്കം ശക്തമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇടുക്കി ഉടുമ്പൻചോല സീറ്റിൽ വീണ്ടും MM മണി തന്നെ മത്സര രംഗത്ത് എത്തുമെന്നാണ് സൂചന. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നിന്ന് മാറി TV സെന്റർ നിർമ്മാണം. 1 കിലോമീറ്റർ ദൂരെ മലഞ്ചെരുവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ വിവാദം ശക്തമാകുകയാണ്. ഇടുക്കി പോലീസ് സ്റ്റേഷന് മുകൾ വശത്തായിട്ടാണ് TV സെന്ററിന്റെ നിർമ്മാണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.